ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 800 തന്നെയാണ്. ഒത്തിരി കാലം 800 വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇത് സെയിലായിട്ട് വന്നിരിക്കുന്ന വാഹനമുണ്ടോ? ഇതൊരു 98 മോഡൽ വണ്ടിയാണ്. 2028 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അത്യാവശ്യം പ്രായം ഉണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് ഓടിച്ച് പഠിക്കാനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. ഫ്രണ്ടിൽ നോക്കുമ്പോഴായാലും കാണാവുന്നതാണ് ആ ഒരു ചതുരൻ ഷേപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ ആ ഒരു ഷേപ്പ് വരുന്ന വണ്ടിയാണ്. ബെമ്പറൊക്കെ ആയാലും ആവറേജ് ക്വാളിറ്റിയുള്ള ബെമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടോ. സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. വേറെ വീൽ കപ്പും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്ന സ്റ്റോക്ക് കണ്ടീഷനുള്ള ടയർ. ഫ്രണ്ട് ഒരു 60%, ബാക്ക് ടയറുകൾ ഒരു 90% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോകാട്ടോ. ഇന്റീരിയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫിറ്റിംഗ്സ് ഉണ്ട്. സ്റ്റീറിംഗ് കവറൊക്കെ ഇട്ടാൽ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത്. സ്റ്റീറിംഗ് കവറൊക്കെ സെന്നിൻ്റെ ടൈപ്പ് സ്റ്റീറിംഗ് കവറാണ് വരുന്നത്. ഇന്റീരിയർ പ്രായത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. ഡോർ പാഡുകൾ നോക്കുമ്പോഴായാലും ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോകാട്ടോ. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴായാലും ഇവിടെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വണ്ടി നിൽക്കുന്നതായിട്ട് കാണാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫേസിൽ നിന്ന് മറ്റേ ഫേസിലേക്ക് ഏറ്റവും ഇത് കഴിഞ്ഞിറങ്ങി 800 ഫേസ് ലിഫ്റ്റ് ചെയ്യണമെങ്കിലും വലിയ ചിലവ് കാര്യങ്ങൾ വരുന്നതിൽ ഒരു 10-2000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്പെയർ മേടിച്ച് ഫേസ് ലിഫ്റ്റ് ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഈ സൈഡിലേക്ക് പോകുമ്പോഴായാലും മേജറായിട്ടുള്ള സ്ക്രാച്ചോ പാച്ച് വർക്കോ ഒന്നും തന്നെ കാണാനില്ല. അത്യാവശ്യം ആവറേജ് ക്വാളിറ്റിയിലുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം കാണിച്ചു തരാം. ഇതാണ് എഞ്ചിൻ റൂം വരുന്നത്. കാർബറേറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആവറേജ് മെയിൻ്റെനൻസും കാര്യങ്ങളോ വരുന്നുള്ളൂ. ബാറ്ററിക്കയിൽ വലിയ പഴക്കമോ കാര്യങ്ങളോ വരുന്നില്ല. വേറെ ഇപ്പോൾ നിലവിൽ മേജർ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഓടിച്ച് പഠിക്കാനും അതുപോലെ ചെറിയൊരു കാർ ആദ്യമായിട്ട് മേടിക്കുന്നവർക്കൊക്കെ ആയാലും കറക്റ്റ് ഒരു വാഹനമാണ്. അപ്പോൾ ഇത് കൊടുക്കാനുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.